നമുക്കറിയാം നെതന്യാഹുവും ട്രംപും ചേർന്ന് സംയുക്തമായാണ് ഇറാൻ ആക്രമണവും മറ്റും നടത്തിയത്. പക്ഷേ അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതികൾ ഉണ്ടാകുന്ന ഇവർ തമ്മിൽ തെറ്റുകയാണ്. ഇതിനിടയിൽ നെതന്യാഹു ലോകരാജ്യങ്ങളിൽ പലരെയും ശത്രുക്കളാക്കി. ഇപ്പോൾ UK ബ്രിട്ടനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന് വിശേഷിപ്പിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്ന പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തു വരുന്നു. ഒരു അഭിമുഖത്തിലാണ് നെതന്യാഹുവിൻ്റെ ഈ വിശേഷണം ഉണ്ടായത്. അത് ആ രാജ്യത്തെ വല്ലാതെ പ്രകോപിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. ആണവായുധം സ്വന്തമാക്കുന്ന ആദ്യത്തെ ഇസ്ലാമിക് റിപ്പബ്ലിക്കായി ബ്രിട്ടനെ ചിത്രീകരിക്കുകയും ചെയ്തതിലൂടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നു. ദ ഗാർഡിയൻ റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രായേൽ ആർമി റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് നെതന്യാഹു ഈ പരാമർശങ്ങൾ നടത്തിയത്. ബ്രിട്ടനിലെ മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചും ഇസ്രയേലുമായുള്ള ബന്ധത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കവെയാണ് ഈ സംഗതി സൃഷ്ടിക്കപ്പെടുന്നത്. 5 പതിറ്റാണ്ടിലേറെ മുൻപ് വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ മകൻ റാൻഡോൾഫ് ചർച്ചിൽ ഇസ്രായേലിനെ കുറിച്ച് നടത്തിയ അനുകൂലമായ വാർത്താ റിപ്പോർട്ടിങ്ങിനെ പ്രശംസിക്കുന്നതിനിടയിൽ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ പാരമ്പര്യത്തെയും നെതന്യാഹു പരാമർശിക്കുകയായിരുന്നു. തുടർന്ന് ആ കാലഘട്ടത്തെ UK നിലവിലെ രാഷ്ട്രീയ സാഹചര്യവുമായി നെതന്യാഹു താരതമ്യം ചെയ്തു. ഇന്നത്തെ ബ്രിട്ടനിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇന്നത്തെ ബ്രിട്ടനെ ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന് വിളിക്കുന്നിടത്ത് അത്തരം കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കൂ എന്നാണ് നെതന്യാഹു പറഞ്ഞതായി ഈ റിപ്പോർട്ട് ഉദ്ധരിക്കുന്നത്. ഈ വിശേഷണത്തെ തുടർന്ന് അദ്ദേഹം പറഞ്ഞത് സമാനമായ മാറ്റങ്ങൾ, അതായത് ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന് വിശേഷിപ്പിക്കാവുന്ന അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ സ്വാധീനം ഉണ്ടാകുന്ന നിരവധി മാറ്റങ്ങൾ യൂറോപ്പിലുടനീളം കാണാൻ കഴിയില്ലേ എന്ന് ഈ അഭിമുഖം നടത്തിയ ആൾ ചോദിക്കുമ്പോൾ നെതന്യാഹു അപ്പോഴും ബ്രിട്ടനെ മാത്രം വേർതിരിച്ച് കണ്ടുകൊണ്ടാണ്, യൂറോപ്പ് മുഴുവൻ അങ്ങനെയല്ല ചോദ്യത്തിന് തൻ്റെ വാദം ആവർത്തിക്കുകയും അതിനെ കൂടുതൽ ശക്തമായി അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് നെതന്യാഹു ഇതിനോട് പ്രതികരിച്ചത്. ഔദ്യോഗികമായി ഇസ്ലാമിക് റിപ്പബ്ലിക്കുകളായി അറിയപ്പെടുന്ന രാജ്യങ്ങളുമായി ബ്രിട്ടനെ താരതമ്യം ചെയ്യാനും നെതന്യാഹു ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. പക്ഷെ ആണവായുധമുള്ള ആദ്യത്തെ ഇസ്ലാമിക് റിപ്പബ്ലിക്ക് ബ്രിട്ടനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക്ക് ആയിരിക്കുമെന്ന് ആരോ പറഞ്ഞിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് നെതന്യാഹുവിനെ പോലൊരു ഭരണാധികാരി ആവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും അത് ബ്രിട്ടൻ ഉണ്ടാക്കാൻ പോകുന്ന രോഷം ചെറുതല്ല. രാജ്യത്തെ ജനസംഖ്യയിൽ ന്യൂനപക്ഷമാണെങ്കിലും മുസ്ലിം ജനവിഭാഗത്തിൻ്റെ സ്വാധീനം വർദ്ധിച്ചു വരുന്നതായി ചിത്രീകരിക്കുന്ന തീവ്ര വലതുപക്ഷ ആശയങ്ങളിൽ നിന്നാണ് ഈ പരാമർശങ്ങൾ ഉരുത്തിരിഞ്ഞത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഔദ്യോഗിക ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന പാകിസ്ഥാന് 1990 മുതൽ ആണവായുധങ്ങളുണ്ട്, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആണവായുധ ശേഷിയുള്ള ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായി ബ്രിട്ടൻ മാറാനുള്ള സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പാകിസ്ഥാനെ ഒരു മാനദണ്ഡമായി നെതന്യാഹു പരാമർശിച്ചു എന്നുകൂടി ഇതിനോട് ചേർത്ത് വെക്കേണ്ട ഒരു പശ്ചാത്തലമുണ്ട്. അങ്ങനെ UK ഇസ്രായേലിൻ്റെയും ബന്ധത്തിൽ വലിയ വിള്ളൽ സംഭവിച്ച നിരവധി സാഹചര്യങ്ങളിൽ നിരവധി കാരണങ്ങളിൽ ഒന്നായി ഇത് മാറുകയാണ്. ഗാസ യുദ്ധവും ഇസ്രായേൽ സർക്കാരിൻ്റെ സൈന്യ നടപടികളുള്ള UK സമീപനവുമൊക്കെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ വല്ലാതെ ബാധിച്ച ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതിനിടയിലാണ് നെതന്യാഹുവിൻ്റെ ഈ പരാമർശങ്ങൾ വന്നത്. അത് നിരവധി കാരണങ്ങൾ വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആൻഡി ബർണാം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായത് മുതൽ ഈ ബന്ധം വലിയ പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അധികാരമേൽക്ക് മുൻപ് ഗാസയിലെ ഇസ്രായേൽ സൈനിക നടപടികളോടുള്ള ലേബർ പാർട്ടിയുടെ പ്രാരംഭ നിലപാടിൽ ബർണാം ഖേദം പ്രകടിപ്പിച്ചിരുന്നു. പാർട്ടിക്ക് കാര്യങ്ങൾ ശരിയായി കൈകാര്യം ചെയ്യാനാകുന്നില്ലെന്നും തൻ്റെ നേതൃത്വത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം തുറന്നു പറയുന്ന പല പശ്ചാത്തലങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇസ്രായേൽ സർക്കാരിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ നടപടികൾ സ്വീകരിക്കുമെന്ന് ജൂലൈയിൽ ബർണാം പറഞ്ഞതുകൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കണം. വ്യക്തികൾക്കും സംഘടനകൾക്കും മേൽ അധിക ഉപരോധങ്ങൾ ഏർപ്പെടുത്താനും നിയമവിരുദ്ധമായ ഇസ്രായേൽ കുടിയേറ്റ കേന്ദ്രങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വ്യാപാരം നിയന്ത്രിക്കാനും ബ്രിട്ടൻ തയ്യാറായേക്കാമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഗാസ യുദ്ധം കൈകാര്യം ചെയ്യുന്ന രീതി, ഫലസ്തീൻ രാഷ്ട്രപതിയോടുള്ള ബ്രിട്ടൻ്റെ നിലപാട്, സംഘർഷത്തോടുള്ള വിശാലമായ അന്താരാഷ്ട്ര പ്രതികരണം എന്നിവയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വർദ്ധിച്ചു വരുന്നതിനിടയിലാണ് ഈ പുതിയ സംഘർഷങ്ങളും ഉടലെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന്. നേരത്തെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് 2024 US തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ നടത്തിയത് കൂടി ഇതിനോട് ചേർത്ത് വെക്കേണ്ട ഒന്നുണ്ട്. UK നെതന്യാഹു നടത്തിയ പുതിയ പരാമർശങ്ങൾക്ക് സമാനമായ ഭാഷ ഉപയോഗിച്ച് ആണവായുധം സ്വന്തമാക്കുന്ന ആദ്യത്തെ യഥാർത്ഥ ഇസ്ലാമിക് രാജ്യമായി ബ്രിട്ടൻ മാറിയേക്കാമെന്നാണ് വാൻസ് പറഞ്ഞത്. അത് ബ്രിട്ടനെ ചെറുതൊന്നുമല്ല പ്രകോപിപ്പിച്ചത്. ഇതിന് പിന്നാലെയാണ് അമേരിക്കയുടെ അലൈ കൂടിയായ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം ചില പരാമർശങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്.
വിദേശത്തുള്ള തീവ്ര വലതുപക്ഷ രാഷ്ട്രീയക്കാരും നിരീക്ഷകരും ബ്രിട്ടീഷ് രാഷ്ട്രീയക്കാരെ, പ്രത്യേകിച്ച് മുസ്ലിം പശ്ചാത്തലമുള്ളവരെ പലപ്പോഴും ലക്ഷ്യമിടാറുണ്ട്. ലണ്ടൻ മേയർ സാദിഖ് ഖാൻ ഇത് ആവർത്തിച്ച് വംശീയവും ഇസ്ലാം വിരുദ്ധവുമായ ആക്രമണങ്ങൾക്ക് വിധേയനായിട്ടുള്ള ഒരു പശ്ചാത്തലമൊക്കെ ഇതിനോട് നിരീക്ഷകർ ചേർത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ബ്രിട്ടന്റെ സമീപനത്തെ ഇപ്പോൾ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമികവൽക്കരണവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ബ്രിട്ടന്റെ സമീപനത്തെ വിമർശിക്കുന്നതിൻ്റെ ഭാഗമായി അമേരിക്കൻ നിലപാടിനൊപ്പം ഇപ്പോൾ നെതന്യാഹുവും ചേരുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇതിൻ്റെ ഭാഗമായി സംഭവിക്കുന്നുണ്ട്. ഏതായാലും ഇസ്രായേലിനുള്ളിൽ തന്നെ നെതന്യാഹുവിനെതിരെ ഈ പരാമർശങ്ങൾ, വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ചും പ്രധാന പാശ്ചാത്യ സഖ്യകക്ഷിക്കെതിരെ പ്രധാനമന്ത്രി ആക്രമണം നടത്തുകയാണ് എന്ന് ഇസ്രായേലിലെ പ്രതിപക്ഷ പാർട്ടിയായ ഡെമോക്രാറ്റ്സിന്റെ സ്ഥാനാർത്ഥി അവി ദബുഷ് ആരോപിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഭയാനകമായ ഒരു നയതന്ത്ര പരാജയമാണ് ഇത്. നമ്മുടെ താല്പര്യങ്ങൾക്കായി ലോകരാജ്യങ്ങളെ ഒന്നിപ്പിക്കാനുള്ള കഴിവില്ലായ്മ കൂടി ചേർത്ത് വെക്കണമെന്നൊക്കെയാണ് വിമർശനം ഉന്നയിക്കുന്നത്. ഏതായാലും ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും തീവ്ര വലതുപക്ഷ ഭരണകൂടമാണ് നെതന്യാഹുവിൻ്റെ സർക്കാർ എന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. സംശയമില്ലാത്ത കാര്യമാണ് അത്. വലിയ തോതിൽ ഇസ്രായേൽ അദ്ദേഹം ആയുധമാക്കുകയും ചെയ്യുന്നുണ്ട്. വിദേശത്തുള്ള തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ വ്യക്തികളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം പരമ്പരാഗത പാശ്ചാത്യ സഖ്യകക്ഷികളുമായുള്ള ബന്ധത്തിൻ്റെ പേരിലും അദ്ദേഹത്തിൻ്റെ സർക്കാർ വർദ്ധിച്ചു വരുന്ന വിമർശനങ്ങൾ നേരിടുന്ന ഒരു പശ്ചാത്തലമുണ്ട്. യഹൂദ വിരുദ്ധമോ തീവ്രവാദപരവുമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്ന് ആരോപിക്കപ്പെടുന്ന രാഷ്ട്രീയക്കാരുമായി നെതന്യാഹു സഹകരിക്കുന്നു എന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്ന പശ്ചാത്തലമുണ്ട്. ഏതായാലും ഇസ്രായേൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അവിടെ ഇത്തരം പരാമർശങ്ങളിലൂടെ വളരെ വ്യക്തമായി തന്റെ നിലപാട് ഒരിക്കൽ കൂടി ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അത് സംഭവിക്കാൻ പോകുന്നത് ബ്രിട്ടനെ പോലെ പലപ്പോഴും ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സഖ്യകക്ഷിയുമായുള്ള ബന്ധത്തെ അത് വല്ലാതെ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ അധികാര രാഷ്ട്രീയത്തിൻ്റെ പുതിയൊരു തലത്തിലേക്ക് കടക്കാനിരിക്കുന്നതിനിടയിൽ, തെരഞ്ഞെടുപ്പ് ഫേസ് ചെയ്യാനിരിക്കുന്നതിനിടയിലാണ് ഇത്തരം വിവാദങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്നത് എന്നത് ശ്രദ്ധേയമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.